ഹലോ, ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. പക്ഷേ ഇതൊരു വീക്കെൻഡ് സ്പെഷ്യൽ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകലും വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ എൻഡിൽ, അതായത് വൈകുന്നേരമാണ്. ഇത് രാവിലെ മുതലുള്ള ഒരു ഫ്രൈഡേയിലെ വിശേഷമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറയുന്നത്, ഫ്രൈഡേ എന്ന് പറയുന്നത് സാറാക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉള്ള ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സാറയുടെ ഒരു ബ്രേക്ക് ടൈം, ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്രേക്ക് ടൈമിൽ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചായയും അതുപോലെ തന്നെ ബ്രെഡും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തതാണ്. പിന്നെ ഞാനും നമുക്ക് ആ ഒരു ഓൺലൈൻ ക്ലാസ് ഉള്ള ആ ഒരു ടൈമിൽ കിച്ചണിൽ കയറിയിട്ട് ഹെവി കുക്കിങ്ങും കാര്യങ്ങളൊന്നും പറ്റാറില്ല, ഒരു 8 മുതൽ 10 മണി വരെയുള്ള ആ ഒരു ടൈമിൽ. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഉള്ള ഫ്രൈഡേയ്സിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു 10 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ബ്രേക്ക് ടൈമിൽ എനിക്ക് ചായ വെക്കുകയാണ്. പിന്നെ ചായയുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് കുറച്ച് ചിപ്സും ബിസ്ക്കറ്റും റസ്ക്കും ഒക്കെ എടുത്തിട്ടാണ് ചായ കഴിച്ചത്. അപ്പം ഇക്കായും ഇന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാൻ ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം 8 മണി മുതൽ 10 മണി വരെയാണ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ 10 മണിക്ക് ശേഷം ക്ലാസ് കഴിയുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു ടൈമില്ല, നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഞാൻ ആ ഒരു ബ്രേക്ക് ടൈമിൽ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. സാറയ്ക്കുള്ള ലൈറ്റായിട്ട് മോൾക്കും വീറ്റ് ബ്രെഡും പാലും ഒക്കെ കൊടുത്തു. പിന്നെ പിന്നെയും ബ്രേക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറ വീണ്ടും ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഫ്രൈഡേയ്സിലാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ഫ്രൈഡേ ഓൺലൈൻ ആണെങ്കിൽ ഒരു ഫ്രൈഡേ ഓൺ സൈറ്റാണ്. അങ്ങനെ ഓൾട്ടർനേറ്റ് ഫ്രൈഡേയ്സിലാണ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ മോളുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിശപ്പ് വലിയൊരു വിശപ്പില്ല. ചായ കുടിച്ചപ്പോൾ തന്നെ വിശപ്പ് ഏകദേശം കുറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റിലാക്സ് ചെയ്ത് ഒരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ കയറുവാണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. ആ ഒരു രീതിയിലാണ്. അപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി, മുട്ട റോസ്റ്റ് അല്ല, ഒരു മുട്ടക്കറിയും അതുപോലെ തന്നെ ഇടിയപ്പം ഞാൻ കാസ്ട്രോളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കറി, മുട്ട നമ്മൾ കുറച്ച് മുട്ട ബോയിൽ ചെയ്ത മുട്ടയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറി എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ് ചേർക്കുന്നത്, റെഡിയാക്കുന്നത്. അപ്പം മുട്ടക്കറി കുക്കർ മുട്ടക്കറിയാണ്. അപ്പോൾ കുക്കർ മുട്ടക്കറി വളരെ സിമ്പിളായിട്ടുള്ള, കുറച്ച് കൂടുതൽ വിസിൽ, ഒരു 3-4 വിസിലൊക്കെ ഇട്ട് നമ്മുടെ സവോള, തക്കാളി, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, ഗാർലിക്ക്, എല്ലാം കൂടെ ഇട്ടിട്ട്, കറിവേപ്പില എല്ലാം കൂടെ ആദ്യം തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റി വെക്കുന്ന ഒരു മുട്ടക്കറി, കുക്കർ മുട്ടക്കറിയാണ്. ഞാൻ അതിന് ശേഷം സൗകര്യത്തിന് വേണ്ടിയിട്ട്, കുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് പാനിലേക്ക് മാറ്റി. അപ്പോൾ പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ച സമയത്ത് ആ ഒരു 5-6 സവോളയും തക്കാളിയൊക്കെ, ഒരു തക്കാളിയും 5-6 സവോളയൊക്കെ ചേർത്തിട്ടാണ് ഈ കുക്കർ മുട്ടക്കറി വെക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട. കാര്യം എന്താ വെച്ചാൽ ഒരു 3-4 വിസിൽ കേൾക്കുന്ന ടൈമിൽ സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അതിൽ തന്നെ കിടന്ന് വേകുമ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം പിന്നീടും വെള്ളം ഒന്നും ചേർക്കുന്നില്ല, കംപ്ലീറ്റ് കോക്കനട്ട് മിൽക്കിൽ തന്നെ നമ്മുടെ മുട്ടക്കറി വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ബോയിൽഡ് എഗ്ഗ്, മുട്ടക്കറിയിലേക്ക് ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 മുട്ട ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കറിയിലിടാതെയും 1-2 മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ഗ്രേവിയും എല്ലാം കുറച്ച് കൂടുതൽ നേരം തിളക്കിയാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ആ ഒരു, ഞാൻ ഇന്ന് ചില ദിവസങ്ങളിൽ ഞാൻ വളരെ തിക്കായിട്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് മുട്ടക്കറി വെക്കാറുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ ഇച്ചിരി ഗ്രേവി കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയും ചില ദിവസങ്ങളിൽ ഇങ്ങനെയും വെക്കാറുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇടിയപ്പത്തിൽ ഈ ഒരു കുറച്ച് ഗ്രേവി കൂടുതൽ ഒഴിച്ച് കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റ്.
ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിന്, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, അപ്പത്തിന്, പൂരിക്ക് എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ ഇതിൽ എന്ന് പറയുന്നത് ഗ്രീൻ ചില്ലി ആവശ്യത്തിന് എരിവിന് വേണ്ട ഗ്രീൻ ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മുട്ടക്കറിക്കകത്ത് ഞാൻ ഇന്ന് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ പെപ്പർ പൗഡറും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ആയിരിക്കും ചേർക്കുന്നത്. ഇന്ന് ഞാൻ പൊടികളായിട്ട് ഗ്രീൻ ചില്ലിയും പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ യെല്ലോ കളർ മഞ്ഞ കളറിനുള്ള കൊക്കനട്ട് മിൽക്ക് മുട്ടക്കറി ആയിരിക്കും. ഇന്ന് നമുക്ക് റെഡ് കളറിനുള്ള കൊക്കനട്ട് മിൽക്ക് മുട്ടക്കറിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഹിക്കായ്ക്കും സാറായ്ക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒരു 11 മണിയായിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നമ്മുടെ സ്ഥിരം ഐറ്റമായിട്ടുള്ള ചായ ഇല്ല. കാരണം നമ്മൾ രാവിലെ നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ അതാ 2 ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട്, മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി, വളരെ സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു മുട്ടക്കറി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്, നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള മുട്ടക്കറിയാണ്. ഒരു ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുക്കറിലൊക്കെ വഴറ്റി, ഇന്ന് വലിയ ടൈം ഇല്ലായിരുന്നു, ഒരുപാട് ടൈം ഇല്ലാത്തത് കൊണ്ട് കുക്കറിൽ വഴറ്റിയിട്ടാണ് ഈ മുട്ടക്കറി റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ടായിട്ട് ഒരു 2 മുസമ്പി എടുത്തു. വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടി അത് കഴിച്ചു. ഇങ്ങനെ മുസമ്പി അതുപോലെ തന്നെ ഈ ആപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈമിൽ ഞാൻ ഡെയിലി 1 ടൈം ഞാൻ എടുക്കാറുണ്ട്. അത് കുട്ടികളും എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഫ്രൈഡേ ആണല്ലോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചയായപ്പോഴത്തേനും, ഇത് ഫ്രൈഡേ ആയതുകൊണ്ടല്ല, ഇന്ന് ഉച്ചയായപ്പോഴത്തേനും നമ്മൾ SS ബക്കറ്റ് ബിരിയാണി, ഒരു തമിഴ്നാട് സ്റ്റൈല് സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇന്ന് ലഞ്ചിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എൻ്റെയും സാറയുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ബക്കറ്റ് ബിരിയാണി. അപ്പോൾ ബക്കറ്റ് ദുബായിലുള്ളവർക്ക്, UAE-യിലുള്ളവർക്കൊക്കെ അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് SS ബക്കറ്റ് ബിരിയാണി. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കത്രിക്ക കറി ഉണ്ടായിരുന്നു, പിന്നെ റൈത്തയുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഗുലാബ് ജാമാണ്. പിന്നെ ബക്കറ്റിൻ്റെ ഉള്ളിൽ വലിയ വലിയ കുറച്ച് പീസസ് ചിക്കനും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗും എല്ലാം കൂടെ ചേർത്തിട്ടിട്ടുണ്ട്. നമ്മൾ മീൽസ് 3 ആണോ 4 ആണോ അങ്ങനെ എന്തോ ഒരു മീലാണ് ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. കുറച്ച് സ്പൈസൊക്കെ ആയിട്ട് ലോങ് ഗ്രെയിൻ റൈസിൽ വരുന്ന ബിരിയാണിയാണ്. പിന്നെ ഇവരുടെ കൂടെ കിട്ടുന്ന ആ ഒരു ഗുലാബ് ജാം ഒരു രക്ഷയില്ല. അപ്പോൾ അടിപൊളി. ഇത് മീൽസ് 2 ആണ്, അതുകൊണ്ടാണ് 2 ഗുലാബ് ജാമും 2 എഗ്ഗും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മീൽസ് 2 ആണെങ്കിലും റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നമുക്കിതെന്ന് പറയുന്ന ഒരു 1-2 ദിവസം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിയും ഒരു ബോയിൽഡ് എഗ്ഗും ഒരു പീസ് ചിക്കനും പിന്നെ കേടും ഈ ഒരു ബ്രിഞ്ചാൾ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രിഞ്ചാൾ കറി നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് തമിഴ്നാട് ഒരു സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കാം ബിരിയാണി കഴിക്കുന്നത്. നമ്മുടെ ബിരിയാണി കഴിക്കലിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ് ഇവരുടെ സൈഡ് ഡിഷും ടേസ്റ്റും എല്ലാം. ഒരു തമിഴ്നാട് ബിരിയാണി, ആമ്പൂർ ബിരിയാണി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് ബിരിയാണി ആയിരിക്കാം ഇത്. നീണ്ട അരിയിലും എനിക്ക് പ്രത്യേകിച്ച് നീണ്ട ഈ ലോങ് ഗ്രെയിൻ റൈസിൽ വരുന്ന എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. സാറയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബിരിയാണി. നമ്മളൊരു കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ SS ബക്കറ്റ് ബിരിയാണി വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മളൊന്ന് ഷാർജയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാർജയിലെ ഒരു ഫേമസ് ബേക്കറി ആയിട്ടുള്ള പപ്പ ബേക്സിൽ കയറി. അപ്പോൾ ഇവിടെ നമുക്ക് ഷാർജയിൽ തന്നെ ഡിബ്ബ ബേക്സ് അതുപോലെ തന്നെ പപ്പ ബേക്സ് അങ്ങനെ 1-2 ബേക്കറി വാങ്ങിക്കാനായിട്ട് 2-3 അടിപൊളി സ്പോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ പപ്പ ബേക്സിൽ കയറിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ കയറാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പേസ്ട്രീസ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ തനി നാടൻ കട്ട്ലേറ്റും അതുപോലെ തന്നെ വെജീസും
മയണൈസും ഒക്കെ ഇട്ടിട്ടുള്ള തനി നാടൻ ആ ഒരു ബർഗർ, പിന്നെ നാടൻ പപ്സ്, വെജിറ്റബിൾ പപ്സ്, മീറ്റ് പപ്സ്, എഗ് പപ്സ്, അങ്ങനെയുള്ള പപ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. നമ്മളത് അത് നമ്മൾ ബേക്കറിയിലിരുന്നും കഴിച്ചു. കുറച്ച് പാഴ്സൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം മക്കൾക്ക് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോണറ്റ്സ് എടുത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ മീറ്റ് റോള്, പപ്സ്, എഗ് പപ്സ് ഭയങ്കര ടേസ്റ്റ്, നല്ല അടിപൊളിയായിട്ട് പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്, പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു നാട്ടിലെ ടേസ്റ്റ്, നല്ല നാടൻ ടച്ച്, നാടൻ ടേസ്റ്റിലുള്ള ബേക്കറി ഐറ്റംസാണ്. നാട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റിലുള്ള മീറ്റ് റോളും അതുപോലെ തന്നെ പപ്സും, ചിക്കൻ പപ്സ് ഒരെണ്ണം കഴിച്ചായിരുന്നു, അതും അടിപൊളി ടേസ്റ്റ്. പിന്നെ ഇത് നമ്മുടെ കോൺഫ്ലെക്സ് കുക്കീസ്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഇപ്പോൾ പപ്പ ബേക്സ്, ഡിബ്ബ ബേക്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈവനിങ് ആയപ്പോൾ ഇതൊക്കെ തന്നെയാണ് കഴിച്ചത്. നമ്മൾ പുറത്തുനിന്ന് ഇന്ന് ലഞ്ചൊക്കെ പുറത്തുനിന്നായിരുന്നല്ലോ, പുറത്തെ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്തുനിന്ന് കഴിച്ചില്ല. പിന്നെ ഡിന്നറിന് കപ്പയും നല്ല അടിപൊളി മുളകിട്ട അയല മീൻകറിയൊക്കെ ആയിരുന്നു. അതും വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് പോർഷനേ എടുത്തുള്ളൂ, കാരണം പപ്സും മീറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. കാരണം നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഫ്രൈഡേ ഈവനിങ് പുറത്തേക്ക് പോയത്. അപ്പോൾ പിന്നെന്താ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തമിഴ്നാട് SS ബക്കറ്റ് ബിരിയാണിയും അതുപോലെ തന്നെ പപ്പ ബേക്സിലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സും എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.